ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യമാണ് അല്ലേ. മെൻസ്ട്രേഷൻ ഫേസ് എന്നൊക്കെ അഥവാ മെൻസ്ട്രൽ ഫേസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ ഗേൾസിലുണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് മെൻസ്ട്രൽ ഫേസ് അഥവാ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, നമുക്ക് മെൻസ് സ്റ്റാർട്ട് ചെയ്ത 1 മുതൽ 5 വരെയുള്ള ഡേയ്സിൽ നമുക്കറിയാം നമ്മുടെ യൂട്രസിൽ എന്തുണ്ടാവും അല്ലേ. ഇതാണ് നമ്മുടെ യൂട്രസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് എന്തുണ്ടാകും, ലൈനിങ് ഉണ്ടാവും അല്ലേ. ചെറിയ ചെറിയ ബ്ലഡ് കാപ്പിലറീസ് ആണ് ലൈനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ലൈനിങ് അങ്ങോട്ട് പൊട്ടും. ആ പൊട്ടുന്ന സമയത്താണ് നമുക്കിവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഓക്കെ, പൊട്ടുന്ന സമയത്താണ് നമുക്കവിടെ ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ പൊട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ബ്ലീഡിങ് ഉണ്ടാകുന്നു. ദെൻ അവിടെ പിന്നെ 6 മുതൽ 13 വരെയുള്ള ഡേയ്സിൽ 6 മുതൽ 13 വരെയുള്ള ഡേയ്സിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ യൂറിറ്ററിൻ്റെ ഉള്ളിൽ പുതിയ ബ്ലഡ് വെസലുകൾ, പുതിയ ലൈനിങ്ങുകൾ വന്നു തുടങ്ങും 6 മുതൽ 13 വരെയുള്ള കാലയളവിൽ അല്ലേ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഓവറിക്കകത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഓവറിക്കകത്ത് ഒരുപാട് ഫോളിക്കുകൾ ഉണ്ടാവും. ചെറിയ ചെറിയ ഫോളിക്കുകളായിട്ട് രൂപപ്പെടും അല്ലേ. ഇത് പിന്നീട് എന്ത് ചെയ്യും, വലുതായിട്ട് വരും. ഈ ഫോളിക്കുകൾ ഓവറിക്കകത്ത് വലുതായി വരും അല്ലേ. ഈ ഒരു ഫോളിക്ക് പിന്നീട് എന്ത് ചെയ്യും, ഈ 13ാമത്തെ അതായത് ഈ ഫോളിക്കുകൾ എന്ത് ചെയ്യും, വലുതായി കഴിഞ്ഞാൽ 14ാമത്തെ ഡേ ആകുമ്പോഴേക്കും, അതായത് 14th ഡേ ആകുമ്പോഴേക്കും ഈ ഫോളിക്ക്, അതായത് ഈ ഓവറി അങ്ങോട്ട് പൊട്ടും. ഈ ഓവറി അങ്ങോട്ട് ഓപ്പണായി പൊട്ടിയിട്ട് ഇവിടെ നിന്ന് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. 14ാമത്തെ ഡേ ആണ് നമുക്ക് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോളിക്കിൾ എന്തായിട്ട് മാറാണ്, പുതിയ ഒരു സ്ട്രക്ചറായിട്ട് മാറാണ്. ഓക്കെ, പുതിയൊരു സ്ട്രക്ചറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടാകും, നമുക്കറിയാം നമ്മുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആണ് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെയാണ് നമുക്ക് പ്രൊജസ്റ്റിറോൺ എന്ന് പറയുന്ന നമ്മുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആണ്. അവിടെ ഹോർമോൺസ് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ഒരുപാട് ചേഞ്ചസുകൾ നമ്മൾ ബോഡിയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അത്. ഓക്കെ, അപ്പോൾ പ്രൊജസ്റ്റിറോണും ഹോർമോൺസൊക്കെ അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു യൂറിറ്ററിൻ്റെ അകത്ത് എന്ത് ചെയ്യും, ഈ പറയുന്ന നമ്മുടെ ഈ ലൈനിങ് എന്ത് ചെയ്യും, നല്ല കട്ടിയുള്ള ലൈനിങ് ഫോം ചെയ്യും അല്ലേ. ഈ കട്ടിയുള്ള ലൈനിങ് ഫോം ചെയ്യുന്നത് എന്തിനായിരിക്കും, അതായത് 15 മുതൽ 27 വരെയുള്ള ഡേയ്സിൻ്റെ ഇടയിലാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അതായത് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓവം പൊട്ടി പുറത്തേക്ക് വരികയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവം എന്ത് ചെയ്യാണ്, നമ്മളെ സ്പേമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ സ്പേം വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമാണ് 15 മുതൽ 27 വരെ. അപ്പോൾ 27 ഡേയ്സ് വരെ എന്ത് ചെയ്യും, ഈ ഓവം സ്പേമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലേ. ആ സമയത്ത് 27 ഡേ ആയിട്ടും എന്ത് ചെയ്യുന്നില്ല, അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു യൂറിറ്ററിൻ്റെ വാള് എന്ന് പറയുന്നത്, ഭിത്തി എന്ന് പറയുന്നത് നല്ല കട്ടി കൂടി നല്ല മെത്ത പോലെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 27 ഡേ കഴിഞ്ഞിട്ടും 27 ഡേ കഴിഞ്ഞിട്ടും നമ്മുടെ സ്പേം അവിടെ ഫ്യൂസ് ചെയ്യാൻ എത്തിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യും, 28ാമത്തെ ഡേ നമുക്ക് വീണ്ടും മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും നമ്മുടെ യൂറിറ്ററി അകത്തുള്ള ആ ഒരു ലൈനിങ് പൊട്ടുന്നു, ബ്ലീഡിങ് ഉണ്ടാവുന്നു. ഓക്കെ, 6 മുതൽ 13 വരെയുള്ള ഡേയ്സിൽ അവിടെയുള്ള ആ ലൈനിങ് വീണ്ടും പുതിയത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പുതിയത് ഉണ്ടാക്കിയെടുക്കുന്നു, പുതിയ ലൈനിങ് ഉണ്ടാക്കുന്നു. അതേസമയം നമ്മുടെ ഓവറിക്കകത്ത് ഒരുപാട് ഫോളിക്കുകൾ ഫോം ചെയ്യുന്നു. ഓക്കെ, ഫോളിക്ക് വലുതായി 14ാമത്തെ ഡേ ആ ഫോളിക്ക്
പൊട്ടിയിട്ട് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫോളിക്കുകൾ എന്തായിട്ട് മാറാണ്, വേറൊരു സ്ട്രക്ചറായിട്ട് മാറാണ്. വേറൊരു സ്ട്രക്ചറായിട്ട് മാറുമ്പോൾ അവിടെ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന നമ്മുടെ ഫീമെയിൽ സെക്സ് ഹോർമോൺ അവിടെ ഉണ്ടാവുകയും എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മുടെ ആ ലൈനിങ്ങിൻ്റെ കട്ടി അങ്ങോട്ട് കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് അല്ലേ, ഇത്രയും കട്ടി കൂടുന്നത് എന്തുകൊണ്ടായിരിക്കും, നമ്മുടെ ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവം സ്പേമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ സ്പേം വന്ന് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഒരു ബേബി ഉണ്ടാകും എന്നാണ് നമ്മുടെ ഓവം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. സ്പേമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് രണ്ടും ഫ്യൂസ് ചെയ്താണ് ആണല്ലോ നമുക്ക് സൈഗോട്ട് ഉണ്ടാവുക അല്ലേ. അപ്പോൾ ആ സൈഗോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പേം എന്ത് ചെയ്യാണ്, ഓവം എന്ത് ചെയ്യാണ്, സ്പേമിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 15 മുതൽ 27 ഡേയ്സും വെയിറ്റ് ചെയ്തിട്ടും നമ്മുടെ സ്പേം അവിടെ എത്തിയിട്ടില്ല എങ്കിൽ വീണ്ടും 28ാമത്തെ ഡേ നമുക്ക് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ സൈക്ലിക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയാം. ഓക്കെ.